ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് ഏർവാടി. ഏർവാടി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഏർവാടി. അവിടെ നിന്ന് ധനുഷ്കോടിയിൽ നിന്ന് കൊടൈക്കനാൽ. അതായത് ഏകദേശം ഒരു 1200 കിലോമീറ്റർ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വരും. ഞാൻ പുറപ്പെടുന്ന സ്ഥലം ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എൻ്റെ ഒരു അനിയനും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഈ ട്രിപ്പിന് പോകുന്നത്. ആലപ്പുഴ ഭാഗത്തുനിന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വന്ന റൂട്ടിൽ എടുത്തില്ല. ഇതിപ്പോൾ AC റോഡാണ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. ആ വഴിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഏർവാടി ഞങ്ങളൊരു 4 മണിയോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നേരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുമളി വഴി പോകാനും ചെറിയ പ്ലാനുണ്ട്. പക്ഷേ നമ്മുടെ പ്ലാനെല്ലാം മാറി. അതായത് കുമളി വഴി പോകാനെന്നുള്ള വഴിയിൽ കയറി, പക്ഷേ ഞങ്ങൾ ഇടയ്ക്കുന്ന് വേറെ റൂട്ട് തിരിഞ്ഞ് നേരെ പുനലൂര് റൂട്ട് പിടിച്ച് അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 9:30 ഞങ്ങൾ തെന്മല എത്തി. അപ്പോൾ ഇന്ന് തെന്മലയിൽ സ്റ്റേ ആക്കി. ഭാഗ്യത്തിന് സേഫായിട്ട് ബൈക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ലോഡ്ജ് തന്നെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് റൂമൊക്കെ എടുത്ത് റൂമിൽ ചെക്കിൻ ചെയ്തു. ഇതാണ് ഞങ്ങൾ തെന്മല താമസിച്ച റൂം. 2 പേർക്കും കൂടി 1000 രൂപയായിട്ടുള്ളൂ. തെന്മലയിൽ നിന്ന് ഏർലി മോർണിംഗ് ഒരു 2:30-3 മണിക്ക് ഇറങ്ങാമെന്നുള്ള സെറ്റപ്പിലാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന റൂം. ഇതാണ് ഞങ്ങളുടെ തെന്മലയിലെ റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നാളെ ഏർലി മോർണിംഗിലെ റൈഡിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് കിടന്നു. വെട്ടം വീഴുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങി. ഇങ്ങനെ ചെങ്കോട്ട വഴി തമിഴ്നാട് കയറി കുറച്ചിങ്ങ് പോന്ന് ഞങ്ങളൊരു 3:30-4 മണി സുബൈ വാങ്ങ് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു സ്ഥലത്തെത്തി. അവിടെ ഞങ്ങൾ വണ്ടിയും പാർക്ക് ചെയ്ത് ബാങ്ക് കൊടുത്തപ്പോൾ നേരെ പള്ളിയിൽ കയറി സുബൈ നിസ്കരിച്ച് തൊട്ടപ്പുറത്തെ ചായക്കടയിൽ നിന്ന് ഓരോ ചായയും കുടിച്ച് നമ്മൾ പിന്നെ യാത്ര ഇങ്ങോട്ട് തുടങ്ങി. ചെറിയ രീതിക്കുള്ള സൺറൈസ് ഒക്കെ കണ്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴിയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. എവിടെ എത്തുമോ എന്തോ പടച്ചവനറിയാം കാര്യങ്ങൾ. പക്ഷേ പോകുന്ന വഴിയിലെ 2 വശത്തെയും കാഴ്ച വളരെ മനോഹരമായിരുന്നു. അതായത് എല്ലാ സൈഡും ഒരു കൃഷികളാണ്, വീടുകളൊന്നുമില്ല, കൃഷികൾ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ സൂര്യകാന്തി തോട്ടം, അങ്ങനെ കുറേ ഗോതമ്പ്, പിന്നെ നമ്മുടെ ചോളം, അങ്ങനെ ഒരുപാട് കൃഷിയാണ് ഇവിടെ മൊത്തം. 2 സൈഡ് ഇങ്ങനെ നോക്കി വണ്ടി ഓടിക്കാൻ തന്നെ വല്ലാത്തൊരു ഫീലാണ്. പക്ഷെ ഇവിടെ വെയിൽ കുറച്ച് കൂടുതലാണ്. ഈ വെട്ടം വീഴുന്നതോറും വെയിലിൻ്റെ ചൂട് കൂടുന്നുണ്ട്. ഒറ്റ സ്ട്രെച്ച് ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ടില്ല. ഇറങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ ഓരോ സ്ഥലത്ത് ബ്രേക്ക് എടുത്താണ് പോകാറ്. ഒരു 5 മിനിറ്റെങ്കിലും ഇടയ്ക്ക് ബ്രേക്ക് എടുത്ത് വണ്ടി ഓടിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അതായത് ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 80 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. നല്ല സ്പോട്ട് കാണുമ്പോൾ മാത്രമേ ഞാൻ ബ്രേക്ക് എടുക്കാൻ വണ്ടി നിർത്താറുള്ളൂ. തെന്മലയിൽ നിന്നും ഏർവാടിയിലേക്ക് ഏകദേശം ഒരു 300 കിലോമീറ്റർ അടുത്ത ഓട്ടമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 12:30 ഏർവാടി പള്ളിയിലെത്തിയത്. ഏർവാടി മെയിൻ പള്ളിയുടെ പരിസരത്ത് തന്നെ നമുക്ക് കുറച്ച് പള്ളികൾ കൂടി കാണാനുണ്ട്. പാറപ്പള്ളി എന്നും പറഞ്ഞ് പാറ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു പള്ളിയുണ്ട്. അത് മനുഷ്യനിർമ്മിതമല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ആ പള്ളി. ഒരു പ്രത്യേക ഒരു രീതിയിലാണ് ആ പള്ളിയുടെ വർക്കൊക്കെ നടന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ധനുഷ്കോടിയിലോട്ട് യാത്രയായി.